ചീപ്പ് ആൻഡ് ബെസ്റ്റ് വേ പ്രോട്ടീൻ എവിടെ കിട്ടും? അതെല്ലാ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനും അങ്ങനെ തന്നെയാണ്. എനിക്കിപ്പോൾ 40 വയസ്സായി, ഞാൻ 41 റണ്ണിങ് ആണിപ്പോൾ. ഇത്രയും ഡബ്ബകളെ എൻ്റെ കയ്യിലുള്ളൂ. അതല്ലെങ്കിൽ ശരിക്കും പറഞ്ഞ് ഇത്രയും ഒരു കുന്നുകൂട്ടി വെക്കാവുന്ന അത്രയും ഡബ്ബകൾ വീട്ടിലുണ്ടായിരുന്നു. ഞാൻ ഇന്ന് ഒരു ബ്രാൻഡിനെയും റെപ്രസെന്റ് ചെയ്യുന്ന ഒരാളല്ല. നിങ്ങൾക്ക് ഫാറ്റ് ലോസ് ഉണ്ടാവാനും ഇത്തരത്തിലൊരു വേ പ്രോട്ടീൻ കഴിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. ചീപ്പ് ആൻഡ് ബെസ്റ്റ് ഇത് തന്നെ നിങ്ങൾ ആദ്യം മാറ്റണം. ഇതിൻ്റെയൊക്കെ റോ പ്രൊഡക്ട്സിന് ഭയങ്കര വിലയാണ്. QR കോഡ് കാണും. അപ്പോൾ ചില സമയത്ത് QR കോഡ് അവിടെ തന്നെ കാണാൻ ഉപയോഗിക്കാറുണ്ട്. എൻ്റെ കോമ്പറ്റീഷൻ പ്രിപ്പിൻ്റെ സമയത്ത് പോലും എനിക്ക് അത്യാവശ്യം എല്ലാത്തിൽ നിന്നും ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ വരുമാനം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പ്രൊഡക്ട്സുകൾ ഏതെങ്കിലും ഒരു ചീപ്പ് പ്രോട്ടീൻ പൗഡർ ഇങ്ങനെ ഞാൻ കൈപ്പിടിച്ചിട്ട് ഈ ഒരു സാധനം വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഫിസിക് ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് ഞാൻ മറ്റേ കോമ്പറ്റീഷൻ ചെയ്യുമ്പോൾ പലരും എന്നോട് പറയാറുണ്ട്, എൻ്റെ മോൻ ജിമ്മിൽ പോകുന്നുണ്ട്, ഇത്രയും പ്രായമായി ഇട്ടേ ഉള്ളൂ, അപ്പം മോന് ഈ പൊടി മേടിച്ച് കൊടുക്കാമോ? വരും തലമുറ നിങ്ങളാണ്. ചേട്ടാ, ഏറ്റവും മികച്ച വേ പ്രോട്ടീൻ ഏതാണ്? ചീപ്പ് ആൻഡ് ബെസ്റ്റ് വേ പ്രോട്ടീൻ എവിടെ കിട്ടും? ജെനുവിനായിട്ട് എവിടെ നിന്നും വേ പ്രോട്ടീൻ മേടിക്കാനായിട്ട് പറ്റും? ഇത്തരത്തിലൊക്കെയാണ് ഇപ്പം ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ എനിക്ക് ലഭിക്കുന്നത്. കാരണം കോണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ എണ്ണം കൂടിക്കൂടി വരുന്നു. പല കൂപ്പൺ കോഡ് ഉപയോഗിച്ചും പലതരത്തിലുള്ള വേ പ്രോട്ടീൻ മേടിക്കാനായിട്ട് പറ്റും. ചീപ്പായിട്ടുള്ള വേ പ്രോട്ടീൻ, ചീപ്പ് ആൻഡ് ബെസ്റ്റ് എന്ന് പറഞ്ഞ വേ പ്രോട്ടീനുകൾ ആൾക്കാർ വിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ പല വാഗ്ദാനങ്ങളും ആൾക്കാർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഫാറ്റ് ലോസ് ഉണ്ടാവാനും ഇത്തരത്തിലൊരു വേ പ്രോട്ടീൻ കഴിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പം മൊത്തത്തിൽ വീഡിയോസ് കാണുന്ന ആൾക്കാർ കൺഫ്യൂഷനാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു വിജോ ഫിറ്റ്നസ് ആൻഡ് ലൈഫ് സ്റ്റൈൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. വരും ദിവസങ്ങളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും മിസ്സാകാതെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതിന്. നമ്മുടെ ചാനലിൽ നമ്മൾ വേ പ്രോട്ടീനെ കുറിച്ച് ഇതിനു മുമ്പ് പല വീഡിയോസും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഇത്രയും പല ബ്രാൻഡിൻ്റെയും ഈ പറയുന്ന കണ്ടെയ്നറുകളെല്ലാം ഇങ്ങനെ നിരത്തി വെച്ച് ഒരു വീഡിയോ ചെയ്യാനുള്ള എൻ്റെ കാരണം, ഞാനിപ്പോൾ ഒരു ബ്രാൻഡിൻ്റെയും സ്പോൺസേഡ് അത്ലറ്റ് അല്ല. 6 വർഷം മുമ്പ് ഇന്നുള്ള പല കോണ്ടന്റ് ക്രിയേറ്റേഴ്സും കൂപ്പൺ കോഡും മറ്റുള്ള കാര്യങ്ങളൊക്കെ വെച്ച് വീഡിയോസ് ചെയ്യുന്നതിന് വർഷങ്ങൾക്ക് മുമ്പേ സ്പോൺസേഡ് അത്ലറ്റ് ആയ ഒരാളാണ് ഞാൻ. മൈ പ്രോട്ടീൻ്റെ സ്പോൺസേഡ് അത്ലറ്റ് ആയിരുന്നു വർഷങ്ങളോളം. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പറയുന്നത് പോലെ പല ബ്രാൻഡുകൾ നമ്മളെ സമീപിച്ചിട്ടുണ്ട്. അതെല്ലാ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനും അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ച് ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും അത്യാവശ്യം ഫോളോവേഴ്സും, അതുപോലെ തന്നെ ഇനി വലിയ ഫോളോവേഴ്സ് ഒന്നുമില്ലെങ്കിലും നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലം, നമ്മൾ ഏതൊരു പ്രൊഫൈലിൽ നിൽക്കുന്ന ആളാണ്, ഇത്തരത്തിലുള്ള ആൾക്കാരെയൊക്കെ നോക്കിയിട്ടും പല ബ്രാൻഡുകളും സമീപിക്കാറുണ്ട്. ഇപ്പോഴും പല ഇൻ്റർനാഷണൽ ബ്രാൻഡുകളും അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള പല ബ്രാൻഡുകളും പല കൊളാബറേഷന് വേണ്ടിയിട്ടും ഇപ്പോഴും എനിക്ക് മെയിൽ അയക്കാറുണ്ട്. പല ഡീലും സംസാരിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. പക്ഷേ ഞാൻ ഇന്ന് ഒരു ബ്രാൻഡിനെയും റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരാളല്ല. അത് ആദ്യം തന്നെ പറയട്ടെ. രണ്ടാമത്, എന്തുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒരു ബ്രാൻഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇന്ന് ഇത് ഒരു പെയ്ഡ് പ്രൊമോഷൻ അല്ല. നിങ്ങൾക്ക് കാണാം ഇവിടെ ഏതൊക്കെ ബ്രാൻഡുകളുണ്ടെന്നുള്ളത്. പലരും ചോദിക്കുന്നത്, ചേട്ടാ എങ്ങനെ നമുക്ക് ജെനുവിനായിട്ട് ഒരു വേ പ്രോട്ടീൻ ചൂസ് ചെയ്യാനായിട്ട് പറ്റും, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ആദ്യം തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ഇരിക്കുന്ന ഇത്രയും സാധനം വിശ്വാസമല്ലേ എല്ലാം എന്ന് പറയുന്നത് പോലെ എനിക്ക് ജെനുവിനാണെന്ന് തോന്നുന്ന വർഷങ്ങളായിട്ട് ഞാൻ സപ്ലിമെൻ്റ് മേടിക്കുന്ന ഒരു ഷോപ്പുണ്ട് ദുബായിൽ. ഈവൻ ഞാൻ ഇപ്പോൾ ആ ഷോപ്പിൻ്റെ പേര് പോലും പറയുന്നില്ല. കാരണം ആൾക്കാർ വിചാരിക്കും ഞാൻ ആ ഷോപ്പിന് വേണ്ടിയിട്ട് ഞാൻ പെയ്ഡ് പ്രൊമോഷൻ നടത്തുമെന്ന്. അതുകൊണ്ടാണ് പിന്നീട് എപ്പോഴെങ്കിലും പറയേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ അത് പറയാം. അപ്പോൾ ഇപ്പോൾ ഈ പറയുന്ന എല്ലാം, ഈ ഒരു അവതാർ ഒഴിച്ചാൽ ബാക്കിയുള്ള എല്ലാം തന്നെ ഞാൻ ഒരൊറ്റ ഷോപ്പിൽ നിന്ന് മേടിച്ചേക്കുന്നതാണ്. പല ബ്രാൻഡുകളും പല ഫ്ലേവേഴ്സും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് സത്യം പറഞ്ഞാൽ ഇതിപ്പോൾ കുറച്ച് നാളായിട്ട് ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് സമയം കിട്ടാത്ത കാരണം കൊണ്ടാണ് ഇത്രയും ഡബ്ബകളെ എൻ്റെ കയ്യിലുള്ളൂ. അതല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഒരു കുന്നുകൂട്ടി വെക്കാവുന്ന അത്രയും ഡബ്ബകൾ വീട്ടിലുണ്ടായിരുന്നു. ഒപ്റ്റിമൻ ന്യൂട്രീഷൻ ആയിക്കോട്ടെ, ഒപ്റ്റിമൻ്റെ ഇവിടെ ഇല്ല, മസിൽ ടെക് ഇവിടെ ഇല്ല, അങ്ങനെ വേറെ പലതും ഒത്തിരി ബ്രാൻഡുകളുണ്ടായിരുന്നു. അതിൻ്റെ എല്ലാം ഞാൻ എടുത്ത് കളഞ്ഞതാണ്. അപ്പോൾ ഇത് ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി വെച്ചതാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പലരും ചോദിക്കുക ഏതാണ് മികച്ച ബ്രാൻഡെന്ന്. എങ്ങനെയാണ് ഞാൻ ഒരെണ്ണത്തിൻ്റെ പേര് പറയുക? ഇപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അപ്ലൈ ന്യൂട്രീഷൻ്റെയാണ് ഏറ്റവും കൂടുതലുള്ളത്. ISO XP ഐസൊലേറ്റ് വേ പ്രോട്ടീനാണ്. ഇതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാറുള്ളത്. എനിക്ക് എൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ്. അതിൻ്റെ മിക്സബിലിറ്റി കുറച്ചും കൂടെ നല്ലതാണ്. മാത്രമല്ല കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള ബ്രാൻഡിൻ്റെ വില വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇവിടുത്തെ റേറ്റ് വെച്ച് നോക്കിയൊരു 20-30 ദിറംസ് ഇതിന് കുറവാണ്. ഓൾമാക്സിന് ഈ ഇരിക്കുന്ന ഇത്ര ഉള്ളതിനകത്ത് ഓൾമാക്സിനാണ് ആക്ച്വലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വില കൂടുതൽ. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് അപാരമാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ ഞാനിതിൽ പല ബ്രാൻഡുകളും ചൂസ് ചെയ്തിരിക്കുന്നത് ഈ പറയുന്നത് പോലെ എൻ്റെ ടേസ്റ്റിനനുസരിച്ചും അതുപോലെ തന്നെ എൻ്റെ ആവശ്യം അനുസരിച്ച് ഉപയോഗിക്കാനും വേണ്ടിയിട്ടാണ്. ഞാനൊരു ദിവസം ചില സമയത്ത് 2 സ്കൂപ്പ്, ചില സമയത്ത് 3 സ്കൂപ്പ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ഈ USൻ്റെ ഒരു പാൻ കേക്ക് അങ്ങനത്തെ എന്തൊരു ഫ്ലേവറുണ്ട്, അതും അസാധ്യ ടേസ്റ്റാണ്.
പിന്നെ കെവിൻ ലെവറോൺ, ഇതിനകത്ത് കുറച്ചും കൂടെ ബാക്കിയുണ്ട്, ഇതൊരു വാനില ഫ്ലേവർ. അപ്പം ഇത്രയും ബ്രാൻഡ് ഉപയോഗിക്കുന്ന എൻ്റെ അടുത്ത് നിങ്ങൾ ആരെങ്കിലും വിളിച്ചിട്ട് ചേട്ടാ ഇതിലേതാണ്, അല്ലെങ്കിൽ ഞാൻ ഉപയോഗിച്ച് തീർന്നാട്ടോ, ഇതെല്ലാം ഉപയോഗിച്ച് തീർന്നാണ്, ഇപ്പം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഓൾമാക്സിൻ്റെ ഒരു ചോക്ലേറ്റ് ഫ്ലേവറും പിന്നെ ഈ കെവിൻ ലെവറോണിനകത്ത് വാനില കുറച്ചും കൂടെ ബാക്കിയുണ്ട്. സോ ഇത് ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെ പറയാനായിട്ട് പറ്റും ഇതിലേതെങ്കിലും ഒരെണ്ണം നിങ്ങളോട് മേടിക്കാനായിട്ട്? കാരണം ഞാൻ ഇതിലെല്ലാം ഉപയോഗിക്കുന്ന ആളാണ്. ഓരോന്ന് തീരുമ്പം ഈ പറയുന്ന കണക്ക് ചെല്ലുന്ന സമയത്ത് ആ ഷോപ്പിൽ അവൈലബിലിറ്റി ഉള്ളതിനനുസരിച്ചും എൻ്റെ ബഡ്ജറ്റ് അനുസരിച്ച് ഞാൻ ഒരെണ്ണം മേടിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു ബ്രാൻഡ് മാത്രം എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ അങ്കമാലിലുള്ള നമ്മുടെ ഒരു സുഹൃത്ത് ലിൻഡോയ്ക്ക് അങ്കമാലിൽ ഒരു ജിമ്മുണ്ട്, ഒരു സപ്ലിമെൻറ്റ് ഷോപ്പും ഉണ്ട്. അപ്പം ലിൻഡോയുടെ സപ്ലിമെൻറ്റ് ഷോപ്പിൽ അന്ന് ഞാൻ പോയപ്പോൾ ഞാൻ മേടിച്ചതാണ് ഈ അവതാറിൻ്റെ ISO റിച്ച്. അസാധ്യ ടേസ്റ്റാണ്, അടിപൊളി സാധനമാണ്. പിന്നെ അതിനുശേഷം എനിക്ക് പറ്റിയിട്ടില്ല. ഈ പ്രാവശ്യം പോകുമ്പോൾ വേണം ആക്ച്വലി രണ്ടെണ്ണം മേടിച്ച് കൊണ്ടുവരാനായിട്ട്. ഇവരുടെ കുൾഫി ഫ്ലേവറും അതുപോലെ തന്നെ ഈ ഒരു ISO റിച്ച് ചോക്ലേറ്റ്, ബെൽജിയൻ ചോക്ലേറ്റ് അത് തന്നെ. ആൻഡ് ഇതിനകത്ത് ഈ പറയുന്ന പോലെ ഇൻഫോം സ്പോർട്ടിൻ്റെ ബാഡ്ജിങ് ഉണ്ട്. അതുപോലെ തന്നെ ട്രസ്റ്റിഫൈഡ്, ഇത് വേറൊരു തേർഡ് പാർട്ടിയാണ്, ട്രസ്റ്റിഫൈഡ് അവരുടെയും ബാഡ്ജിങ്ങും കാര്യങ്ങളും എല്ലാം ഇതിനകത്തുണ്ട്. അമിനോ പ്രൊഫൈൽസും കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ ബ്രാൻഡാണ്. ഞാൻ ഇതിൻ്റെ ഒന്നും ബ്രാൻഡ് അംബാസഡർ അല്ല, ഇതിനൊന്നും എനിക്ക് കൂപ്പൺ കോഡും ഇല്ല, ഒന്നുമില്ല കേട്ടോ. അങ്ങനെ ആരും വിചാരിക്കുകയും ചെയ്യരുത്. ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ മെയിൻ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് എവിടെ നിന്നും ജെനുവിൻ സപ്ലിമെൻറ്റ് മേടിക്കാമെന്ന് പലരും ചോദിക്കാറുണ്ട്. കഴിവതും നിങ്ങൾ ഈ ബ്രാൻഡിൻ്റെ എല്ലാം തന്നെ അവരുടെ ഓൺലൈനിൽ നിന്നാണ് നിങ്ങൾ മേടിക്കുന്നതെങ്കിൽ അവരുടെ ഡയറക്റ്റ് വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ ഇന്ത്യയിലുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അവതാർ, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു മസിൽ ബ്ലേസ് ഉണ്ട്. ഞാൻ മസിൽ ബ്ലേസ് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല, അത് തന്നെ എനിക്കറിയില്ല. അവതാറിൻ്റെ ഡയറക്റ്റ് വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് മേടിക്കാൻ നോക്കാം. അപ്പോൾ ഈ പറയുന്നത് പോലെ അതിന് ഈ പറയുന്ന എന്തെങ്കിലും ഒരു പാക്കേജിങ്ങിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ സീല് പ്രോപ്പർ അല്ല, അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കമ്പനിക്ക് തന്നെ ഒരു മെയിൽ അയച്ച് അതിനെ റീപ്ലേസ് ചെയ്യാനോ മറ്റുള്ള കാര്യങ്ങളൊക്കെ പറ്റും. ഇപ്പോൾ ഞാൻ മൈ പ്രോട്ടീൻ്റെ ബ്രാൻഡ് അംബാസഡർ ആയിരുന്ന സമയത്ത് മൈ പ്രോട്ടീൻ്റെ ഒമേഗയൊക്കെ ചില സമയത്ത് നമുക്ക് കിട്ടുമ്പം അതിനകത്ത് ക്യാപ്സ്യൂൾ ചിലപ്പം പൊട്ടിപ്പോയിട്ടുണ്ടാവും. അപ്പം അതെല്ലാം അതിനകത്ത് ഓയിലെല്ലാം സ്പ്രെഡായി നമുക്ക് ബാക്കിയുള്ള ക്യാപ്സ്യൂളൊന്നും ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ അവർക്ക് മെയിൽ അയക്കും. പല സമയത്തും ഈ പറയുന്ന പോലെ എനിക്കത് റീപ്ലേസ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഒന്നിൻ്റെയും ബ്രാൻഡ് അംബാസഡർ അല്ല, പക്ഷേ മൈ പ്രോട്ടീനിൽ എനിക്ക് തോന്നുന്നു സ്റ്റിൽ എൻ്റെ കൂപ്പൺ കോഡ് ആക്റ്റീവ് ആണെന്ന് തോന്നുന്നു. ഞാൻ ഒരിക്കലും ഇപ്പോൾ അത് പ്രൊമോട്ട് ചെയ്യാറില്ല. അതിൻ്റെ കാരണങ്ങളൊക്കെ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം എന്ന് കരുതിക്കൊണ്ട് മൈ പ്രോട്ടീൻ ബ്രാൻഡ് മോശമായിട്ടല്ല കേട്ടോ. ഞാൻ ഫാസ്റ്റ് ആൻഡ് അപ്പിൻ്റെ ബ്രാൻഡ് അംബാസഡർ ആയിരുന്നു. ഈ പറയുന്ന ബ്രാൻഡുകളൊന്നും മോശമായിട്ടല്ല. ഞാൻ സപ്ലിമെൻറ്റ് പ്രൊമോഷൻ നിർത്തിയത് അതിന് വേറെ പല കാരണങ്ങളുണ്ട്. അത് കുറച്ച് ലെങ്തി ആയിട്ട് നമുക്ക് പറയാം പിന്നീട്. അപ്പം വേ പ്രോട്ടീൻ നിങ്ങൾ എപ്പോഴും പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ജെനുവിൻ ഷോപ്പ് കണ്ടെത്തുക, ഒരു ജെനുവിൻ ഡീലറെ കണ്ടെത്തുക എന്നുള്ളതാണ്. പലപ്പോഴും ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ചീപ്പ് ആൻഡ് ബെസ്റ്റ്. ഇത് തന്നെ നിങ്ങൾ ആദ്യം മാറ്റണം. ചീപ്പായിട്ടുള്ളൊരു സാധനവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു സാധനവും. എങ്ങനെയാണ് ബെസ്റ്റ് ആയിട്ടുള്ളൊരു സാധനം ചീപ്പായിട്ട് നമുക്ക് കിട്ടുക? നല്ല ക്വാളിറ്റി ഉള്ളൊരു സാധനം നമുക്ക് ചീപ്പ് പ്രൈസിന് കിട്ടുമോ? കിട്ടില്ല. അതുപോലെ തന്നെ ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ടുള്ള വേ പ്രോട്ടീൻ പറയാമോ എന്ന് ചോദിക്കും. ഒരിക്കലും ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ടുള്ളൊരു സാധനം ഈ ലോകത്തില്ല. അങ്ങനെ ഒരു സാധനമില്ല. അഫോർഡബിൾ എന്ന് വേണം നമുക്ക് പറയാം. കുറച്ച് അഫോർഡബിൾ ആയിട്ട് ഇവിടുന്ന് മേടിക്കാൻ പറ്റും. പക്ഷേ ചീപ്പ് ആൻഡ് ബെസ്റ്റ് അങ്ങനെ ഒരു സംഭവം ഇല്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. പ്രത്യേകിച്ച് ജിമ്മിൽ പോയി തുടങ്ങുന്ന വളരെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, ചെറിയ കുട്ടികൾ, ഇത്തരത്തിലുള്ള ആൾക്കാരാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ പുറകെ പോകുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വീട്ടിൽ ചോദിക്കണം വേ പ്രോട്ടീൻ മേടിക്കണം എന്നുണ്ടെങ്കിൽ, അപ്പോൾ അവരിൽ പൈസ ഉണ്ടാവില്ല. അപ്പം ചെറിയ പൈസയ്ക്ക് ഒരു വേ പ്രോട്ടീൻ മേടിക്കാൻ തോന്നും. കാര്യം എന്താ, ജിമ്മിൽ ചെല്ലുമ്പോൾ ചേട്ടന്മാർ ഈ പറയുന്ന പൊടി കലക്കി കുടിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ അവർ നോക്കുമ്പോൾ വേറെ എന്തോ വലിയ സംഭവമാണ്. അപ്പോൾ ഈ വേ പ്രോട്ടീൻ ഇങ്ങനെ കലക്കി കുടിച്ചാൽ മാത്രമേ ശരീരം വരുള്ളൂ എന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ടാവും. അപ്പോൾ അവർ ഈ പറയുന്നതാണെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു വേ പ്രോട്ടീൻ മേടിച്ച് കുടിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്നത് പോലെ ഏറ്റവും ചീപ്പായിട്ടുള്ളതിൻ്റെ പുറകെ പോകും. ദയവ് ചെയ്ത് നിങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കുക. കാരണം ഇതിൻ്റെയൊക്കെ റോ പ്രോഡക്ട്സിന് ഭയങ്കര വിലയാണ്. അത് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. ഇനിയും വേ പ്രോട്ടീൻ്റെ വില കൂടാൻ പോവാണ്. അപ്പോൾ ഇതൊന്നും നമുക്ക് ചീപ്പായിട്ട് കിട്ടില്ല. അപ്പോൾ അത് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കണം. പിന്നെ ഇതിനകത്തൊന്നും തന്നെ വേഗൻ പ്രോട്ടീൻ പൗഡേഴ്സ് ഇല്ല. ഇതെല്ലാം വേ പ്രോട്ടീനാണ്. ഇതെല്ലാം പാലിൽ നിന്നുള്ള പ്രോട്ടീൻ പൗഡറാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ പലപ്പോഴും പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും, ഇന്ത്യയിൽ കുറേ വേ പ്രോട്ടീൻസ് കണ്ടുപിടിച്ചു, അതിൽ പലതും ഫേക്കാണ്, അതിനകത്ത് പല പല ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ടുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, പലതും ഡ്യൂപ്ലിക്കേറ്റാണ്, പറയാത്ത ലെവലിലുള്ള വേ പ്രോട്ടീൻ കണ്ടന്റ് ഇല്ല എന്നൊക്കെ പല വീഡിയോസും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമുക്ക് നാട്ടിൽ അത്രത്തോളം ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ കിട്ടുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ പറയുന്ന പോലെ ഓൾമാക്സിൻ്റെയൊക്കെ ഇത് റെഡ്കോണിൻ്റെ ഐസോട്ടോപ്പ്, ഇതും നല്ലൊരു ടേസ്റ്റി സാധനമാണ് കേട്ടോ. ഇപ്പോൾ ഓൾമാക്സിൻ്റെയൊക്കെ മേളിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അമിനോ പ്രൊഫൈൽസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതും ഈ പറയുന്ന പോലെ ഇൻഫോം ചോയ്സിൽ ബാഡ്ജിങ് ഉള്ളതാണ്. ഇതിനകത്തുള്ള ഒട്ടുമിക്ക ബ്രാൻഡുകളും, ഈവൻ കെവിൻ ലെവറോണിൻ്റെ ആണെങ്കിലും ഈ പറയുന്ന പോലെ എല്ലാ പ്രൊഫൈൽസും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം തന്നെ ഇതിനകത്ത് അത്യാവശ്യം ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഒട്ടുമിക്ക സാധനങ്ങളും. പക്ഷേ
ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാർ ഈ പറയുന്ന സ്റ്റിക്കറുകളും കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യും, ഇതേപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും, നമുക്ക് തിരിച്ചറിയാൻ പോലും പറ്റത്തില്ല. അപ്പോൾ പലപ്പോഴും പല വീഡിയോസും നമ്മൾ കാണാറുണ്ട് ഈ പറയുന്ന പോലെ ജെനുവിനായിട്ട് തിരിച്ചറിയാനായിട്ട് നമുക്ക് എന്താ പറയുക, അതിനകത്ത് QR കോഡ് കാണും. അപ്പോൾ ചില സമയത്ത് QR കോഡ് അവിടെ തന്നെ കാണും, മറ്റേ സ്കാൻ മീ എന്നൊക്കെ പറഞ്ഞിട്ട് കാണുന്ന ഇതുപോലെയുള്ള അവതാറിൻ്റെയൊക്കെ QR കോഡ് കാണും. അപ്പോൾ അവിടെ തന്നെ സ്കാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ജെനുവിനാണോ അല്ലയോ എന്ന് അറിയാൻ പറ്റും. അപ്പോൾ അതുവരെ ഫേക്ക് ചെയ്യുന്ന കാലമാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ എവിടെ നിന്ന് മേടിക്കും? ഇനി ഇതിൽ ബെറ്റർ റിസൾട്ട് തരുന്ന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ കോമ്പറ്റീഷൻ പ്രിപ്പയർ ചെയ്ത സമയത്തുമൊക്കെ എല്ലാം ഇത് തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. കാരണം ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ സ്കൂപ്പ് വേ പ്രോട്ടീൻ ഒരു ദിവസം യൂസ് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ ഓട്ട്മീൽ ഉണ്ടാക്കാനും അല്ലാതെയൊക്കെ ആയിട്ട്, അപ്പോൾ പല ഫ്ലേവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മടുപ്പ് ഫീൽ ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള എല്ലാ ബ്രാൻഡുകളും ഞാൻ ഉപയോഗിക്കാറുണ്ട് എൻ്റെ കോമ്പറ്റീഷൻ പ്രിപ്പിൻ്റെ സമയത്ത് പോലും. എനിക്ക് അത്യാവശ്യം എല്ലാത്തിൽ നിന്നും ഞാൻ ഉദ്ദേശിക്കുന്ന ഇതിലുള്ള റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ ഇന്നേ വരെ പേഴ്സണലായിട്ട് ഒരു ലാബ് ടെസ്റ്റ് ഞാൻ നടത്തിയിട്ടില്ല. അപ്പോൾ മേടിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, എപ്പോഴും കഴിവതും നിങ്ങൾ ഏതെങ്കിലും സപ്ലിമെൻറ്റ് നിങ്ങൾ മേടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അതാത് വെബ്സൈറ്റിൽ നിന്ന് മേടിക്കാനായിട്ട് നോക്കുക. പിന്നെ പലപ്പോഴും ആൾക്കാർ ചോദിക്കാറുണ്ട്, ചേട്ടാ ആമസോണിൽ നിന്ന് മേടിക്കുന്നുണ്ട് കുഴപ്പമുണ്ടോ, അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിക്കുന്നുണ്ട് കുഴപ്പമുണ്ടോ, അതല്ലെങ്കിൽ മറ്റ് പല വെബ്സൈറ്റുകളിൽ നിന്ന് മേടിക്കുന്നുണ്ട് കുഴപ്പമുണ്ടോ പലപ്പോഴും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ആൾക്കാർ. അപ്പോൾ ഇന്ത്യയിൽ നിന്നും പലപ്പോഴും അങ്ങനെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഞാൻ ഇതുവരെ ഇന്ത്യയിൽ എൻ്റെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഓൺലൈനിൽ നിന്ന് ഇതുവരെ പർച്ചേസ് ചെയ്തിട്ടില്ല. ഞാൻ നാട്ടിലുണ്ടായിരുന്നപ്പോഴും bodybuilding.com നിന്ന് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് നല്ല സപ്ലിമെൻറ്റ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ UAE ഞാൻ ഒരു ഷോപ്പിൽ നിന്ന് മാത്രമാണ് ഞാൻ സാധനം മേടിക്കാറ്. അത് ഞാൻ പിന്നീട് പറയാം ഏതാ ഷോപ്പ് എന്നൊക്കെ ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇതൊന്നൊരു പെയ്ഡ് പ്രൊമോഷൻ അല്ല. എൻ്റെ വീഡിയോ കാണുന്ന, എന്നെ ഇഷ്ടപ്പെടുന്ന, എന്നെ ട്രസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ജെനുവിനായിട്ടുള്ള ഈ പറയുന്ന ചോദ്യങ്ങൾക്കുള്ളൊരു മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇത്രയുണ്ട്. ഇതിനകത്ത് ഞാൻ ഒപ്റ്റിമൽ ന്യൂട്രീഷനും മസിൽ ടെക് മൈ പ്രോട്ടീൻ്റെ ഒക്കെ ഉണ്ടായിരുന്നുണ്ട്, എല്ലാം കളഞ്ഞു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതാത് വെബ്സൈറ്റുകളിൽ നിന്ന് മേടിക്കാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും സേഫായിട്ട് ഒറിജിനൽ പ്രൊഡക്റ്റ് തന്നെ നിങ്ങൾക്ക് കിട്ടാൻ ഒരു 99% ചാൻസ് ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ 1% അറിയില്ല നമുക്ക് എങ്ങനെയാവും എന്നുള്ളത്. പിന്നെ ജെനുവിനായിട്ടുള്ള ഒരു സപ്ലയറെ നോക്കുക. അതുപോലെ തന്നെ ഇപ്പം ആരുടെയെങ്കിലും കൂപ്പൺ കോഡ് ഉപയോഗിച്ചാണ് നിങ്ങൾ മേടിക്കുന്നതെങ്കിൽ, ആ കൂപ്പൺ കോഡ് ആരുടെയാണോ അവരോട് നിങ്ങൾക്ക് ചോദിക്കാം, ഇത് എത്രത്തോളം ജെനുവിനായിട്ടാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. പക്ഷെ അതല്ലാത്ത പക്ഷം ഒരു കാരണവശാലും നിങ്ങൾ ഈ ചീപ്പ് ആൻഡ് ബെസ്റ്റിൻ്റെ പുറകെ പോവരുത്. എപ്പോഴും ആൾക്കാർ ചെയ്യുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സിനോടും എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, കാരണം ഇന്നിപ്പം ഞാൻ യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ ഞാൻ തുടങ്ങുന്ന സമയത്ത് ഉള്ളതിനേക്കാളും 100 കണക്കിന് പുതിയ കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ്, വളരെ യങ്സ്റ്റേഴ്സായിട്ട് ഒരുപാട് ഫോളോവേഴ്സ് ഉള്ളവരും ഒത്തിരി യങ്സ്റ്റേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം എനിക്കിപ്പോൾ 40 വയസ്സായി, ഞാൻ 41 റണ്ണിങ് ആണിപ്പോൾ. പക്ഷേ ഈ പറയുന്നത് പോലെ 19ഉം 20ഉം വയസ്സുള്ള, അല്ലെങ്കിൽ ആ ഒരു 25 ആ ഒരു ഇടയിൽ നിൽക്കുന്ന ഒരുപാട് കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്, ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ പല സപ്ലിമെൻറ്റ്സ് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് എനിക്കറിയാം. കാരണം ഞാൻ ഒരു യൂട്യൂബും ഇൻസ്റ്റയൊക്കെ തുടങ്ങിയ സമയത്ത് എത്രത്തോളം സപ്ലിമെൻറ്റുകാർ അല്ലെങ്കിൽ കമ്പനീസ് എന്നെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. എനിക്ക് അത് തരാം, ഇത് തരാം, ഇങ്ങനെ തരാം, സ്റ്റോറിക്ക് ഇത്ര തരാം, അതിന് ഇത്ര തരാം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാർ അന്നും ഇന്ന് ഇഷ്ടം പോലെ ഉണ്ട്. എന്നെ പേഴ്സണലായിട്ട് അറിയുന്ന ആൾക്കാർക്കറിയാം. അപ്പോൾ അതൊക്കെ നമ്മുടെ ഒരു വരുമാനമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസേഴ്സായിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ വരുമാനം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പ്രൊഡക്ട്സുകൾ ചെയ്യുക എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. പക്ഷേ നമ്മൾ അതിനകത്തും നമുക്കൊരു എത്തിക്സ് ഉണ്ടായിരിക്കണം. ഞാൻ മൈ പ്രോട്ടീൻ്റെ ബ്രാൻഡ് അംബാസഡർ ആയിരുന്നു വർഷങ്ങളോളം. അവരെനിക്ക് ഈ പറയുന്ന പോലെ സപ്ലിമെൻറ്റ്സ് മന്ത്ലി തന്നിട്ടുണ്ട്. പക്ഷേ ഇന്നേ വരെ എൻ്റെ കൂപ്പൺ കോഡിന് ₹1 ഞാൻ ഇതുവരെ അവരിൽ നിന്ന് ഞാൻ വാങ്ങിച്ചിട്ടില്ല. കാരണം എനിക്ക് മന്ത്ലി സ്റ്റാക്ക് എനിക്ക് കിട്ടാറുണ്ട്. ഞാൻ പറഞ്ഞു അപ്പാർട്ട് ഫ്രം, കാരണം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ കണ്ടമാനം അതിനെ പ്രൊമോട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അത്തരത്തിലൊരു കാര്യത്തിലേക്ക് ഞാൻ പോകാറില്ല. അനാവശ്യമായിട്ടുള്ളൊരു സപ്ലിമെൻറ്റ്സ് ഞാൻ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യാറില്ല. അതിന് ഇനിയിപ്പോൾ എത്ര കോടി തരാമെന്ന് പറഞ്ഞാലും ഞാൻ ചെയ്യില്ല. പിന്നെ നിലവിൽ ഞാനൊരു കമ്പനിക്കും ഈ പറയുന്ന പോലെ ബ്രാൻഡ് അംബാസഡറായിട്ട് നിൽക്കാത്തതിൻ്റെ മറ്റുള്ള കാര്യങ്ങളുണ്ട്. അത് റീസൺ വേറെയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോഴും ഒരുപാട് ആളുകൾ ഏറ്റവും ജെനുവിനായിട്ടുള്ള സപ്ലിമെൻറ്റ്സ് എവിടെ നിന്ന് മേടിക്കാനായിട്ട് പറ്റും, എങ്ങനെ മേടിക്കാനായിട്ട് പറ്റും എന്ന് ചോദിക്കാറുണ്ട്. ചീപ്പ് ആൻഡ് ബെസ്റ്റിനെ പറ്റി ചോദിക്കാറുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾക്കും, പിന്നെ ചേട്ടൻ ഉപയോഗിക്കുന്ന ഏതാണ്, പേഴ്സണലായിട്ട് ഏതെങ്കിലും ഒരു ബ്രാൻഡ് ചേട്ടൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടി കിട്ടിയെന്ന് തോന്നുന്നു. ഞാൻ പേഴ്സണലായിട്ട് ഒരു ബ്രാൻഡ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം ഞാൻ ഇത്രയും ബ്രാൻഡ് ഉപയോഗിക്കുന്ന ഒരാളാണ്. ഇതിൽ നിന്ന് എങ്ങനെ ഞാൻ നിങ്ങൾക്ക് ഒരു ബ്രാൻഡ് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും? ഇല്ല. അപ്പോൾ നിങ്ങൾ ഏത് ബ്രാൻഡ് ചൂസ് ചെയ്താലും നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾ ചൂസ് ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗ്യാസ്ട്രിക് ഇഷ്യൂസ്, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ സ്റ്റൊമക്ക് അപ്സെറ്റ് ആവുന്ന പ്രശ്നങ്ങളുണ്ട്, എന്തെങ്കിലും ഡയറി പ്രോഡക്ട്സ് കഴിക്കുമ്പം അത്തരത്തിലുള്ളവരാണെന്നുണ്ടെങ്കിൽ കഴിവതും നിങ്ങളൊരു ഐസൊലേറ്റ് വേ പ്രോട്ടീൻ ചൂസ് ചെയ്യാനായിട്ട് നോക്കുക. അതാകുമ്പം നിങ്ങൾക്ക് അത്രയും പ്രശ്നങ്ങൾ ഫീൽ ചെയ്യത്തില്ല. സ്റ്റിൽ നിങ്ങൾ ഐസൊലേറ്റ് എടുത്തിട്ടും ഈ പറയുന്ന പോലെ പ്രോബ്ലംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലാക്ടോസ് ഇൻടോളറൻസ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ലാക്ടോസ് ഫ്രീ വേ പ്രോട്ടീൻ ഉണ്ട്, അത് ഉപയോഗിക്കാൻ നോക്കുക.
അതുപയോഗിച്ചിട്ട് നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഈ പറയുന്ന പോലെ ഏതെങ്കിലും ഒരു വേഗൻ പ്രോട്ടീൻ പൗഡറിലേക്ക് നിങ്ങൾ സ്വിച്ച് ചെയ്യുക എന്നുള്ളതാണ്. സോ ജെന്യുവിനായിട്ടുള്ള ഒരു സപ്ലയറെ കണ്ടെത്തുക, വിശ്വാസം അതാണ്. അപ്പം ആ ഒരു വിശ്വാസം വെച്ച് മേടിക്കുക എന്നുള്ളതാണ്. ഇതെല്ലാം ഞാൻ ആ ഒരു വിശ്വാസപ്പുറത്ത് മേടിച്ചിരിക്കുന്നതാണ്. ഒരു ലാബ് ടെസ്റ്റും ഇന്നേ വരെ നടത്തിയിട്ടില്ല. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഈ പറയുന്ന എല്ലാ ഡപ്പകളും ഇവിടെ നിന്ന് എടുത്ത് കളയാൻ വേണ്ടിയിട്ട്. ഇതൊഴിച്ച് ഇതിനകത്ത് കുറച്ചുകൂടെ ബാക്കിയുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇതെല്ലാം ഇവിടെ വെച്ചിരുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ എത്രത്തോളം ഡ്യൂപ്ലിക്കേറ്റ് സപ്ലിമെൻറ്റ് കച്ചവടങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ പലപ്പോഴും വീഡിയോസ് കാണാറുണ്ട്. എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക, ഈ പറയുന്നത് പോലെ വേ പ്രോട്ടീൻ എന്ന് പറയുന്നത് എപ്പോഴും സേഫാണ്. വേ പ്രോട്ടീനകത്ത് യാതൊരു പ്രോബ്ലവും ഇല്ല. ഒരു പാലിൽ നിന്നുള്ള പ്രൊഡക്റ്റാണ്. ജെന്യുവിനായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുക. നിങ്ങളുടെ ഡെയിലി പ്രോട്ടീൻ ഇൻടേക്ക് നിങ്ങൾക്ക് ഭക്ഷണത്തിൽ നിന്നും ലഭിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് പ്രോട്ടീൻ കൺസ്യൂം ചെയ്യാം. വേ പ്രോട്ടീനായിട്ട് ഒരു പ്രശ്നവുമില്ല. അതുകൊണ്ട് ഈ പറയുന്നത് പോലെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്തിരിക്കുന്ന എൻ്റെ ക്ലയൻസിന് പോലും ഡോക്ടേഴ്സിൻ്റെ അഡ്വൈസ് പ്രകാരം വേ പ്രോട്ടീൻ സജസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് വേ പ്രോട്ടീൻ കഴിച്ചാൽ കിഡ്നി അടിച്ചു പോകും, ലിവർ അടിച്ചു പോകും എന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം അതാണ്. ഇനി പ്രത്യേകം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഇതിനകത്ത് പലതരത്തിലുള്ള എന്താ പറയുക ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളും ആഡ് ചെയ്ത് മറ്റ് പല അമിനോ സ്പൈക്ക് പോലുള്ള പല പ്രശ്നങ്ങളും അത്തരത്തിലുള്ള പല പല കാര്യങ്ങളും ആഡ് ചെയ്ത് വരുന്ന തരത്തിലുള്ള സപ്ലിമെൻറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പം ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ജെന്യുവിനായിട്ടുള്ളൊരു ബ്രാൻഡ് മേടിക്കുക. ചീപ്പിൻ്റെ പുറകെ പോവാതിരിക്കുക. എപ്പോഴും ബെസ്റ്റിൻ്റെ പുറകെ പോവുക. ചീപ്പ് എപ്പോഴും നമുക്ക് ഒരു യൂസ് ആൻഡ് ത്രോ സാധനങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ചീപ്പായിട്ട് മേടിക്കാൻ പറ്റും. ഇത് നിങ്ങൾ അകത്തേക്ക് കൺസ്യൂം ചെയ്യുന്നൊരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും ഇതൊരിക്കലും ക്വാളിറ്റി കുറഞ്ഞതോ ചീപ്പായിട്ടുള്ളതോ നിങ്ങൾ മേടിക്കാൻ പോകരുത്. പിന്നീട് അതിനെ ഓർത്ത് നമ്മൾ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും. ഇപ്പോൾ വീട്ടിലൊരു ബർത്ത്ഡേ പാർട്ടി നടക്കുന്നു, പുറയിലിങ്ങനെ റിബൺ വലിച്ച് കെട്ടാൻ പോലത്തെ അല്ലെങ്കിൽ ഒരു ബലൂൺ പോലത്തെ ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ചീപ്പായിട്ട് മേടിക്കാം. കാരണം എന്ന് വെച്ചാൽ ഒറ്റ ദിവസം ഒരു യൂസ് ആൻഡ് ത്രോ കഴിഞ്ഞു. അതിനൊക്കെ നമ്മൾ വേണമെങ്കിൽ നമുക്ക് ചീപ്പോ ഏറ്റവും ക്വാളിറ്റി കുറഞ്ഞത് മേടിക്കാം. കാര്യം ആ ഒരു കുറച്ച് മണിക്കൂറത്തെ കാര്യമുള്ളൂ. പക്ഷേ ഇതങ്ങനെയല്ല. നമ്മളുടെ ആഹാരമാണ്, ശരീരത്തിന് അകത്തേക്ക് പോകുന്നൊരു കാര്യമാണ്. അപ്പം നോക്കിയും കണ്ടും മേടിച്ച് കഴിക്കുക. കാരണം ഒത്തിരി ഇൻഫ്ലുവൻസേഴ്സ് നമ്മുടെ നാട്ടിൽ നിന്നിപ്പോൾ ഉണ്ട്, എല്ലാ ഭാഷകളിലുമായിട്ടും. ആരുടെ കൂപ്പൺ കോഡ് ഉപയോഗിച്ചാലും നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓർഡർ ചെയ്യാനായിട്ട് പറ്റും. അപ്പം അത്രയും ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. സോഷ്യൽ മീഡിയയുടെ കാലമാണ്. ആരും പറ്റിക്കപ്പെടാതിരിക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ബ്രാൻഡ് വെച്ച് പറഞ്ഞത്. ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ അല്ല. ഞാൻ ഈ ഒരു ബ്രാൻഡിൻ്റെയും ബ്രാൻഡ് അംബാസഡർ അല്ല ഇപ്പോൾ ഈ ഒരു നിമിഷം. പിന്നെ ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ ഈ കാണുന്ന പോലുള്ള വീഡിയോസോ മറ്റുള്ള കാര്യങ്ങളോ കണ്ടിട്ട് ചാടിക്കേറി നിങ്ങൾ മേടിക്കാൻ പോകരുത്. ഏതെങ്കിലും ഒരു ചീപ്പ് പ്രോട്ടീൻ പൗഡർ ഇങ്ങനെ ഞാൻ കൈപ്പിടിച്ചിട്ട് ഈ ഒരു സാധനം വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഫിസിക് ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് ഞാൻ മറ്റേ കോമ്പറ്റീഷൻ ചെയ്യുമ്പം ഇട്ടിരിക്കുന്ന പോലത്തെ ഒരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ പിള്ളേർ അതിൻ്റെ പുറകെ ഓടും. ഞാൻ ആ പണി ചെയ്യാറില്ല, ഞാനത് ചെയ്യത്തുമില്ല. അപ്പോൾ അങ്ങനത്തെ ഉള്ളതൊന്നും കണ്ടിട്ട് നിങ്ങൾ അതിൻ്റെ പുറകെ ഒന്നും പോവുകയും ചെയ്യരുത്. കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ പണം മുടക്കവും ഏറ്റവും വലിയൊരു സ്കാം നടക്കുകയും ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ സപ്ലിമെൻറ്റ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പലരും ചോദിക്കാറുണ്ട്, ചേട്ടാ ഞാൻ സപ്ലിമെൻറ്റ് ഏത് ഫ്ലേവർ മേടിക്കുകയാണെങ്കിൽ ചില ഫ്ലേവറുകൾ എനിക്ക് ഇഷ്ടമല്ല എന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട്. സോ എനിക്കിഷ്ടമുള്ളൊരു ഫ്ലേവർ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കത്തില്ല. അപ്പം നിങ്ങൾക്ക് വെബ്സൈറ്റിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ അതാത് ബ്രാൻഡിൻ്റെ വെബ്സൈറ്റിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ സാഷേഴ്സ് നിങ്ങൾക്ക് അവിടെ നിന്ന് മേടിക്കാനായിട്ട് പറ്റും. അതായത് ഇപ്പോൾ 1 കിലോയുടെ 1.5 കിലോയുടെ അല്ലെങ്കിൽ 2 കിലോയുടെയൊക്കെ ഒരു വലിയൊരു ഡെപ്പ ഫുൾ ഒരു വേ പ്രോട്ടീൻ മേടിക്കുന്നതിനേക്കാളും നല്ലത് ചെറിയ സാഷേഴ്സ് മേടിക്കാൻ കിട്ടും. അപ്പം 2, 3, 4 ഫ്ലേവർ ചെറിയ സാഷേഴ്സ് മേടിച്ചിട്ട് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾക്ക് ഏറ്റവും ടേസ്റ്റി ആയിട്ട് ഫീൽ ചെയ്യുന്നത് ഏതാണ് എന്നുള്ള കാര്യങ്ങളല്ല. അല്ലെങ്കിൽ ചിലർ പറയാറുണ്ട് ചില ഫ്ലേവർ കഴിക്കുമ്പോൾ ചിലർക്ക് വോമിറ്റ് ചെയ്യാൻ തോന്നുന്നു, പിന്നെ ആർക്കും അത് കഴിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ. അതുപോലെ തന്നെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞത് ഉപയോഗിക്കാവോ എന്ന് പലരും ചോദിക്കാറുണ്ട്. കഴിഞ്ഞത് ചിലപ്പോൾ ഉപയോഗിക്കാമായിരിക്കാം. അങ്ങനെ പലരും വീഡിയോ ഒക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എന്നോട് പേഴ്സണലി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു എക്സ്പയറി ഡേറ്റ് അതിന് വെച്ചിരിക്കുന്നത് ആ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞത് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ പറയുന്നത് പോലെ ക്ലോസ് ടു എക്സ്പയർ ആയ സാധനങ്ങളൊക്കെ ചില സമയങ്ങളിൽ ഈ പറയുന്നത് പോലെ ആൾക്കാർ വളരെ ഡിസ്കൗണ്ടിൽ കിട്ടുമ്പോൾ മേടിച്ച് കഴിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ഇഷ്ടമാണ്. ഞാൻ അത്തരത്തിലൊരു കാര്യങ്ങളൊന്നും പ്രൊമോട്ട് ചെയ്യാറില്ല. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പറയാനും ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം തന്നെ. ജെനുവിൻ സപ്ലിമെൻറ്റ്സ് നാട്ടിൽ എവിടെ കിട്ടും എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതും മറ്റുള്ളവർക്ക് പ്രയോജനകരമായിട്ട് മാറും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രയോജനപ്രദമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊച്ചു കുട്ടികളിലേക്ക്, ജിമ്മിൽ പോകുന്ന ചെറു പിള്ളേരിലേക്ക് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് എത്തിക്കുക. സോ പിള്ളേരോട് എനിക്ക് പറയാനുള്ളത്, വീട്ടിൽ കിട്ടുന്ന ഭക്ഷണം മതി നിങ്ങൾക്ക് നല്ല ഒരു ശരീരം ഉണ്ടാക്കിയെടുക്കാൻ. ഒരിക്കലും ഈ കാണുന്നതിൻ്റെ പുറകെ നിങ്ങൾ തുടക്കത്തിലേ ഓടരുത്. വീട്ടിൽ നിന്നും ഭക്ഷണം കഴിച്ച് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു
എന്നിട്ടും നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് ശരീരം ഡെവലപ്പ് ആവുന്നില്ല, ഒരു മസിൽ ബിൽഡിംഗ് നടക്കുന്നില്ല, ദെൻ നിങ്ങൾ നിങ്ങളുടെ പ്രോട്ടീനൊക്കെ ഒന്ന് ട്രാക്ക് ചെയ്ത് നോക്കുക. കൃത്യമായിട്ടുള്ള പ്രോട്ടീൻ എനിക്ക് വീട്ടിലെ ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്നുണ്ടോ എന്നുള്ളത്. ഇതൊന്നും കിട്ടുന്നില്ലെങ്കിൽ മാത്രം ഈ പറയുന്ന സപ്ലിമെൻറ്റിന് വേണ്ടിയിട്ട് പൈസ സ്പെൻഡ് ചെയ്യുക, വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കുക, വീട്ടുകാരുടെ അടുത്ത് ചോദിക്കുക. കാര്യം പലരും എന്നോട് പറയാറുണ്ട്, എൻ്റെ മോൻ ജിമ്മിൽ പോകുന്നുണ്ട്, ഇത്രയും പ്രായമായി ഇട്ടേ ഉള്ളൂ, അപ്പം മോന് ഈ പൊടി മേടിച്ച് കൊടുക്കാമോ എന്നൊക്കെ. കാരണം ഇതെന്താണെന്ന് പോലും അവർക്കറിയില്ല. അപ്പോൾ അവരുടെയൊക്കെ മൈൻഡിൽ ഇപ്പോഴും ഇതൊരു പൊടിയാണ്. അപ്പോൾ ഈ പൊടി മേടിച്ച് കൊടുക്കുന്നുണ്ട് കുഴപ്പമുണ്ടെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം നിങ്ങൾ ഈ പറയുന്ന പോലെ വീട്ടുകാരുടെ അടുത്ത് പണം ചോദിച്ച് ഇത്തരത്തിലുള്ള വേ പ്രോട്ടീനൊക്കെ മേടിച്ച് കഴിക്കുന്നതിന് മുമ്പായിട്ട് ഫുഡിൽ നിന്നും ഇത് കിട്ടുന്നില്ല എന്നുള്ള ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം മേടിക്കാനായിട്ട് നോക്കാം. ഓക്കെ, സോ പിള്ളേർക്ക് ഓരോരുത്തർക്കും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് തോന്നുന്നു. കാരണം ഇനി വരും തലമുറ നിങ്ങളാണ്. ഓക്കെ, so choose your supplement wisely. Thank you so much. Eat healthy, sleep well, stay lean and train safe.